we've been looking at if anyone is in Christ, he is a new creation. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി എന്നുള്ള ഒരു ചിന്താവിഷയത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ 6-7 ആഴ്ചകളായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. And we've been focusing on what does it mean to be in Christ. ക്രിസ്തുവിൽ ആയിരിക്കുക. യേശുക്രിസ്തുവിൻ്റെ വാക്കുകൾ നമ്മൾ വായിക്കുകയുണ്ടായി. നിങ്ങൾ എന്നിൽ വസിക്കുവിൻ, ഞാൻ നിങ്ങളിലും വസിക്കും. I've been wanting to go to the next letter, O, for quite some time. But every time I go and read more about this, I get more and more, I see more and more scripture portions and I study more. And that's why I've been staying in this topic for the last 6-7 weeks. And I've enjoyed learning through that process as well. The question we asked last week is, how do we know that we are abiding in God and God is abiding in us? നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം നമ്മളിൽ വസിക്കുന്നുവെന്ന്? നമ്മൾ ആദ്യമായി ചിന്തിച്ച വിഷയം, നിങ്ങൾ ആദ്യം മുതൽ കേട്ടത് നിങ്ങളിൽ ഉള്ളിലുണ്ടെങ്കിൽ, അത് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ, then you know, if what you've heard from the beginning is dwelling in you, then you know you abide in him and he abides in you. The second way that for us to know that we abide in God is what we read last week in 1 John chapter 2 and verses 3 and 4. 1 യോഹന്നാൻ 2-ാം അധ്യായം 3-4 വാക്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വായിച്ചു തുടങ്ങിയത്. And it says, by this we know that we have come to know him if we keep his commandments. In other words, by this we know that we know him if we keep his commandments. He who says, I know him, does not keep his commandments, is a liar and the truth is not in him. നമ്മൾ അവിടെയാണ് കഴിഞ്ഞ ആഴ്ച നിർത്തിയത്. ദൈവകൽപ്പന അനുസരിക്കാത്തവർക്ക് ദൈവം കൊടുത്ത ഒരു പേരാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ച വിഷയം. As we look at obedience, because the verse that we read is, if you obey my commandments, then I will abide in you and you shall abide in me. Right? If we obey the commandments. The topic of obedience is what we were looking at. യാക്കോബിന്റെ ലേഖനത്തിൽ യാക്കോബ് പറഞ്ഞു, എങ്കിലും വചനം കേൾക്കുക മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ അതിനെ ചെയ്യുന്നവർ ആയിരിപ്പീൻ. James 1:22, be doers of the word, not just hearers only, because if you're just hearing it, you are deceiving yourselves. As I was reading scriptures, and both in the Old Testament and New Testament, there's a warning that's given to us about obedience. And it's the danger of the perception of obedience. അനുസരിക്കുന്നു തോന്നുന്ന ഒരു ഭാവമുണ്ടെങ്കിൽ, യഥാർത്ഥ അനുസരണമല്ല, അനുസരിക്കുന്നു തോന്നുന്നൊരു ഭാവമുണ്ടെങ്കിൽ അതൊരു അപകടമാണ്. ആ ഒരു അപകട സൂചന ബൈബിളിൽ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എടുത്തെടുത്ത് കാണിക്കുന്നുണ്ട്. Repeatedly in scriptures we see that. എങ്ങനെ നമുക്കറിയാൻ സാധിക്കും നമ്മൾ യഥാർത്ഥമായി അനുസരിക്കുന്നോ അതോ അനുസരിക്കുന്നത് ഒരു ഭാവനയാണോ അല്ലെങ്കിൽ ഒരു അഭിനയമാണോ എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കും? How do we know that we're truly obedient and not just pretending to be, not just making it look like we are obedient? Okay. യെശയ്യാ പ്രവചനം 29-ാം അധ്യായം 13-ാം വാക്യം. Isaiah chapter 29 and verse 13. ദൈവം പറയുന്ന കേട്ടോ ഇസ്രായേൽ മക്കളെ പറ്റി, അവരുടെ അനുസരണത്തിൻ്റെ ഒരു അഭിനയം. അവർ അടുത്ത് വന്ന് വായ് കൊണ്ടും അതരം കൊണ്ടും എന്നെ ബഹുമാനിക്കുന്നു. It says, in as much as these people draw near with their mouths and honor me with their lips, but have removed their hearts far from me. അവർ അതരം കൊണ്ടും വായ് കൊണ്ടും ചെയ്യുന്നതെല്ലാം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ ഒരു വ്യക്തി അവരെ നോക്കുവാണെങ്കിൽ അവർ പറയും, എന്തോ ഭക്തിയുള്ള വ്യക്തിയാണ്, എന്തോ അനുസരണമുള്ള വ്യക്തിയാണ്, എന്തോ ദൈവസ്നേഹമുള്ള വ്യക്തിയാണെന്ന് മറ്റുള്ളവരെല്ലാം ചിന്തിച്ചേക്കാം. പക്ഷെ ദൈവം നോക്കിയിട്ട് പറയുക, ഇവർ അതരം കൊണ്ട് എന്നോട് അടുത്തിരിക്കുന്നു, വായു കൊണ്ട് എന്നോട് അടുത്തിരിക്കുന്നു, പക്ഷെ അവരുടെ ഹൃദയമോ ദൂരത്ത് അകന്നു മാറി നിൽക്കുന്നു. എന്തുകൊണ്ടാണ് അതൊരു അനുസരണത്തിൻ്റെ അഭിനയമായി മാറുന്നറിയാമോ? കർത്താവ് ഒരിക്കലും പറഞ്ഞില്ല നിങ്ങളുടെ വായ് കൊണ്ടും അതരം കൊണ്ട് എന്നെ സ്നേഹിക്കണമെന്ന്. കർത്താവ് പറഞ്ഞത് നിങ്ങൾ പൂർണ്ണ ഹൃദയത്തോടെയാണ് എന്നെ സ്നേഹിക്കേണ്ടത്.
സ്നേഹത്തിൽ നിന്നുളവാകുന്ന ആരാധനയാണ് നമ്മുടെ വായും ആദരവും പുറപ്പെടുവിക്കേണ്ടത്. മറിച്ച് ഹൃദയത്തിൽ ഒന്നുമില്ലാതെ ദൈവത്തിൽ നിന്ന് മാറി നിന്ന് നമ്മൾ എത്ര അലറി കൂവിയാലും എത്ര ശബ്ദമുയർത്തി പാടിയാലും ദൈവം പറയുന്നു, ഇതുകൊണ്ട് എനിക്ക് ഒരു പ്രസാദവുമില്ല. I'm not pleased at all. Because why? I didn't never ask you come near to me with your mouth and with your tongues. I asked you come near to me and love me with all of your heart, mind, soul, and strength. So our worship, our love, our obedience is not an intellectual thing. It is a heart condition. We must always realize that. And we can fall prey to this. നമുക്കും ഈ ഒരു അപകടത്തിൽ പെടുവാൻ സാധിക്കും. എന്നറിയാമോ, നമ്മളും ഇതുപോലെ എല്ലാ ഞായറാഴ്ചയും ഒരുങ്ങി വായ് കൊണ്ടും അതിരം കൊണ്ടും കരങ്ങൾ കൊണ്ടും കാലുകൾ കൊണ്ടുമൊക്കെ ദൈവത്തോട് അടുത്ത് നിൽക്കുന്നു. പക്ഷെ ദൈവം നോക്കിയിട്ട് നമ്മളെക്കുറിച്ച് പറയുന്നുണ്ടോ? പക്ഷെ നിങ്ങളുടെ ഹൃദയം എത്രയോ ദൂരത്താണ്. അങ്ങനെ സംഭവിച്ചാൽ ദൈവം പറയുന്നു, നിങ്ങൾ എൻ്റെ അടുത്തല്ല. ആക്ച്വലി ഒരു അഭിനയമുണ്ട്, കാണുമ്പോൾ രസമുണ്ട്, കേൾക്കുമ്പോൾ രസമുണ്ട്. പക്ഷേ ദൈവം പറയും, നിങ്ങൾ എൻ്റെ അടുക്കൽ വന്നിട്ടില്ല. യു ഹവ് നോട്ട് കം ക്ലോസ് ടു മീ. It is always a heart condition. Obedience, it should be an expression of love that we have within our heart. ഇതേ മുന്നറിയിപ്പ് വീണ്ടും ദൈവം കൊടുത്തു ഇസ്രായേൽ മക്കൾക്ക്. യെഹെസ്കേൽ പ്രവാചകന്റെ പുസ്തകം നമ്മൾ വായിക്കുമ്പോൾ, യെഹെസ്കേൽ പ്രവചനം നമ്മൾ വായിക്കുമ്പോൾ 33 അധ്യായം 31 വാക്യം, Ezekiel chapter 33 and verse 31. യെഹെസ്കേൽ പ്രവാചകന്റെ ദൗത്യം എന്നറിയാമോ? കൂടെ നമ്മൾ ആ പ്രവാചകന്റെ പുസ്തകം അല്ലെങ്കിൽ ആ എഴുത്ത് വായിക്കുമ്പോൾ അവിടെ പറയുന്നുണ്ട്, യെഹെസ്കേലിനെ ദൈവം ഒരു കാവൽക്കാരനാക്കി വെച്ചേക്കുക. Ezekiel is designated as a watchman multiple chapters in his writing. What is the responsibility of a watchman? ഒരു കാവൽക്കാരന്റെ ഉത്തരവാദിത്വം എന്തെന്നറിയാമോ? എന്തോ? അപകടം വരുന്നെങ്കിൽ വിളിച്ചറിയിക്കുക. If there's danger coming, it's the watchman's responsibility to say, yes, the danger is coming. It could be an enemy. It could be something else. It could be a disaster. It could be a group of people. It could be soldiers. It could be military. The watchman has a responsibility. He has to stay alert. ഈ കാവൽക്കാരന് ഉണർന്നിരുന്ന് എന്തെങ്കിലും അപകടം ഉണ്ടെങ്കിൽ, അതിൻ്റെ സൂചന വരുന്നില്ലെങ്കിൽ ഉടനെ വിളിച്ചു പറയണം, പ്രവാസികളെ അല്ലെങ്കിൽ ദേശനിവാസികളെ നിങ്ങൾ സൂക്ഷിച്ചോ, നമുക്കിതൊരു തയ്യാറെടുപ്പിൻ്റെ സമയമായി, കാരണം ഇതാ അപകടം നമ്മുടെ തൊട്ട് മുൻപിൽ. ഈ വാച്ച്മനാക്കി ഇരിക്കുന്ന യെഹെസ്കേൽ പ്രവാചകൻ ദൈവത്തിന് ലഭിച്ച മുന്നറിയിപ്പ്, ഒരു അപകട സൂചനയാണ് ഈ പ്രവാചകൻ വിളിച്ചു പറയുന്നത്. സംഘം കൂടി വരുന്നത് പോലെ അവർ നിന്റെ അടുക്കൽ എൻ്റെ ജനമായിട്ട് നിന്റെ മുൻപിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. So Ezekiel in this case, the watchman, the prophet, in our terms we could say he is the pastor of the church. And all of the people are gathering before him to hear what the prophet has to say. And they all come. ഒരൊറ്റ സഭായം മുടക്കത്തില്ല കേട്ടോ. യെഹെസ്കേൽ പ്രവാചകൻ എപ്പോഴൊക്കെ സംസാരിക്കുന്നു ജനമെല്ലാം കൂടി വരും. ഒരൊറ്റ ആരാരും മുടക്കിയിട്ടില്ല. 2, നിന്റെ മുമ്പിൽ ഇരുന്ന് നിന്റെ വചനങ്ങളെ കേൾക്കുന്നു. They come and they listen to what you have to say. അവർ കോഫി ബ്രേക്ക് എടുക്കുന്നില്ല, അവർ ഫോൺ കോൾ ആൻസർ ചെയ്യാൻ പോകുന്നില്ല, അവർക്ക് ബാത്റൂം ബ്രേക്സ് ഇല്ല, ഇതൊന്നുമില്ല. ഈ പ്രവാചകൻ എത്ര മണിക്കൂർ സംസാരിച്ചാലും അതിരുന്ന് കേൾക്കാൻ ഇവർക്ക് പൂർണ്ണ മനസ്സുണ്ട്. അവർ കേൾക്കുന്നുമുണ്ട്. അതുപോലാണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. They are listening to what the prophet is saying. എന്നാൽ അവരവയെ ചെയ്യുന്നില്ല. ഓക്കെ, നമ്മളൊരു അറ്റൻഡൻസ്, നമ്മളൊരു സ്കോർ ഷീറ്റ് ഇടുവാണെങ്കിൽ, ഇഫ് യു ഗിവ് എ ഗ്രേഡ് ടു ദിസ് ചർച്ച്, do they come to church? Yes, 100% mark. Do they listen to the sermons? Yes, 100% mark. അത് മാത്രമല്ല, they are thankful for the prophet.
ഈ പ്രവാചകൻ സംസാരിക്കുന്ന വിഷയങ്ങളെ കേൾക്കുവാൻ അത് താല്പര്യം മാത്രമല്ല, അവർക്ക് കേൾക്കുന്നതിൽ വളരെ നന്ദിയുണ്ട്. They respect the pastor, they honor the prophet of God. So from that standpoint, 100% grade is received. Do they behave well in the assembly? അവർ കൂടി വന്നാൽ നല്ല സ്വഭാവത്തോടെയാണ് അവിടെ ഇരിക്കുന്നത്? ആന്നു. കാരണം അവരവിടെ ഇരുന്ന് കേൾക്കുന്നതെല്ലാം ഒരനക്കവും ഇല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും സംഭാഷണമില്ല, ഇടയ്ക്ക് ഫോണിൻ്റെ സ്റ്റോക്ക് നോക്കുന്നില്ല, ക്രിക്കറ്റ് സ്കോർ നോക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അവരവിടെ ഇരുന്ന് കേൾക്കുന്നുണ്ട്. വെൽ ബിഹേവ്ഡ്, 100% check mark. Did they sit for the entire service? Yes, 100% check mark. Are their sounds audible in the service? അവരുടെ ശബ്ദങ്ങൾ ആ ആരാധന കൂട്ടായ്മയിൽ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. ഉണ്ട്, കാരണം അവർ ആ പ്രവാചകനെ ബഹുമാനിക്കുന്നുണ്ട്. They're honoring and they're respecting and they're listening to the sermon and they're responding to what the prophet is saying. So if you look at the church score sheet, everything is 100. പക്ഷെ ദൈവം ഒരു പരീക്ഷ പേപ്പർ ഇട്ടു. ദൈവത്തിനൊരു സ്കോർ ഷീറ്റ് ഉണ്ട്. God has a score sheet. In that score sheet there's only one question. Are you listening and doing what I told you to do? ഈ പ്രവാചകൻ പറഞ്ഞ വിഷയം നിങ്ങൾ കേൾക്കുക മാത്രമല്ല, അത് നിങ്ങൾ അതുപോലെ ചെയ്യുന്നുണ്ടോ? ഇവിടെ എടുത്തു പറയുന്നു, ഇവരിതെല്ലാം കേട്ടും നല്ല സ്വഭാവത്തോടെ ഇരുന്ന് എല്ലാം അവർ സ്വീകരിച്ചു. ദൈവത്തിൻ്റെ ദാസനെ അവർ നല്ലവണ്ണം ബഹുമാനിച്ചു. പക്ഷേ കർത്താവ് പറയുന്നു, നിങ്ങളതെല്ലാം ചെയ്തു, നല്ല വിഷയം തന്നെ, പക്ഷെ നിങ്ങൾ എന്തുകൊണ്ട് ഞാൻ പറയുന്ന വചനം നിങ്ങൾ ചെയ്യുന്നില്ല? That's why I said there's a deception of obedience. അനുസരണത്തിനൊരു വഞ്ചന ഭാഗമുണ്ട്. നമ്മൾ വിചാരിക്കും നമ്മൾ സഭയിൽ വന്നു, ദശാംശം കൊടുക്കുന്നു, കൈ കൊട്ടുന്നു, പാട്ടുകൾ പാടുന്നു, കൈ ഉയർത്തുന്നു, ഇതെല്ലാം ചെയ്യുന്നു, ഇതെല്ലാം ചെയ്തുകൊണ്ട് നമ്മളിൽ അനുസരണമുണ്ടെന്നാണ് നമ്മൾ ചിന്തിക്കുന്നത്. പക്ഷേ ദൈവത്തിൻ്റെ വചനം നമ്മളെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്നു, ഇത് ചെയ്തുകൊണ്ട് അനുസരണമുണ്ടെന്നല്ല അർത്ഥം. അനുസരണത്തിൽ അത് ചെയ്യണം. Not just because we do it doesn't mean there is obedience, but in obedience we must do all these things. They love coming to church, they love listening to him, they may even really say good things about his preaching, but unfortunately the message has made no difference in their life. I call them the professional church members. ഔദ്യോഗിക സഭ വിശ്വാസികൾ ഒരു ക്ലോക്കിൽ പഞ്ച് ചെയ്ത് കയറുന്ന പോലെ എല്ലാ സൺഡേയിലും വന്നിരിക്കുക അവരും. പക്ഷെ നമ്മൾ ചിന്തിക്കാൻ, നമ്മൾ ഒരിക്കലും മറന്നു പോകല്ലേ, നമ്മൾ അങ്ങനെ വന്നതുകൊണ്ട് ദൈവം നമ്മളെ നോക്കുമ്പോൾ ദൈവം പറയുമോ, നിങ്ങളിതെല്ലാം ചെയ്തു, പക്ഷേ എൻ്റെ വചനം നിങ്ങൾ ഇതുവരെയും അനുസരിച്ചിട്ടില്ല. If that is what we hear as a message from the Holy God, and that should be the one that wakes up to say, Lord, more than what I do to show off who I am, let there be true obedience in my life. Let me listen to the word of God without prejudice and do what the word of God tells me to do. There is performance. Unfortunately, there is no obedience. നമ്മൾ പല പാട്ട് ഈ ഗ്രൂപ്പിനെ നോക്കുമ്പോഴും പറയുമല്ലോ, അവരെല്ലാം നല്ല പെർഫോമൻസ്, അവരൊക്കെ ശരിക്കും ആരാധിക്കുന്നവരാണോ എന്ന് നമ്മൾ ചോദിച്ചേക്കാം. പക്ഷെ പാട്ടുകാരോട് മാത്രമാണ് ചോദിക്കേണ്ടത് കേട്ടോ. സഭയിൽ വരുന്ന ഓരോ വ്യക്തിയും ചിന്തിക്കണം, ഞാൻ വരുന്നത് ഒരു പെർഫോമൻസ് ആണോ, ഞാൻ വരുന്നത് ഒബീഡിയൻസ് കൊണ്ടാണോ നമ്മൾ ചോദിക്കണം. ഇവിടെ എടുത്തു പറയുന്നു, യെശയ്യാ പ്രവാചകനിൽ കൂടെയും എഹെസ്കേൽ പ്രവാചകനിൽ കൂടെയും through the book of Isaiah and the book of Ezekiel, God is saying, I'm not caring about your performance. I am looking to see, are you obedient to the word of God that's been given to you? ഇനിയും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളും ഇതേപോലെയാണ് പറയപ്പെടുന്നത് പുതിയ നിയമത്തിൽ. We just looked at two passages from the Old Testament. When we come to the New Testament, Christ says the exact same thing in terms of obedience. The Gospel of Luke chapter 6, Jesus talks about the same concept. ലൂക്കോസിന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 46-ാം വാക്യത്തിൽ കർത്താവ് ഇങ്ങനെ പറയും, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് ചെയ്യാതിരിക്കുന്നത് എന്ത്? Why do you call me Lord, Lord, and not do the things which I say? യെശയ്യാ പ്രവാചകനും അതല്ലേ പറഞ്ഞത്, എഹെസ്കേൽ പ്രവാചകനും അതല്ലേ പറഞ്ഞത്. നിങ്ങൾ എൻ്റെ വചനം കേൾക്കുന്നുണ്ട്, കേട്ടിട്ട് നിങ്ങൾ ഹല്ലേലൂയ സ്തോത്രം കർത്താവേ എന്നൊക്കെ പറയുന്നുണ്ട്, എൻ്റെ കൂടെ കൂടെ എൻ്റെ നാമത്തെ വിളിക്കുന്നുണ്ട്, എൻ്റെ പേര് വിളിക്കുന്നുണ്ട്, പക്ഷേ എന്തുകൊണ്ട് ഞാൻ പറയുന്നത്
നിങ്ങൾ ചെയ്യുന്നില്ല. You know, by this time, Jesus has already demonstrated his authority. The audience knows who exactly he is. And he says that the fact that you call me Lord means that you know who I am. നിങ്ങൾ എന്നെ കർത്താവേ എന്ന് വിളിക്കുന്നെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ ആരാണെന്ന്. ആ മനസ്സിലാക്കൽ കൂടെ എന്തുകൊണ്ട് നിങ്ങൾ ഞാൻ പറയുന്ന വിഷയങ്ങൾ നിങ്ങൾ അനുസരിക്കുന്നില്ല? If you understand that my position is to be a master, then why aren't you listening to what I give you as my directions? And what Jesus is saying is there's really no importance in calling Lord, Lord, unless there is obedience in our life. യേശു പറയുക, നിങ്ങൾ എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചുകൊണ്ട് അതിന് വലിയ പ്രാധാന്യമില്ല, അനുസരണമില്ല എങ്കിൽ. If there is no obedience in our life, there is no point in calling him Lord, Lord. Calling him Lord without obedience is no different than from somebody who doesn't know God and saying Lord. Absolutely no difference at all. So the lordship of God should be a demonstration in our life by a simple obedience and surrender to what the Holy God says. നമ്മുടെ ജീവിതത്തിൽ കർത്തൃത്വം ഉണ്ടെങ്കിൽ, കർത്താവിന് ആ കർത്തൃത്വം ഉണ്ടെങ്കിൽ അതിൻ്റെ തെളിവ് നമ്മുടെ അനുസരണമാണ്. The obedience what is needed. ആ passage നമ്മൾ പഠിച്ചു വരുമ്പോൾ, when we study that passage, Christ gives a clear example of what it means to be obedient and what it means to be disobedient. How do you know if you have a life of obedience? How do you know if you don't have a life of obedience? If you read on in that verse, Christ gives a parable. And the parable says, I will equate those who listen to my word and do it to a builder. ഞാൻ പഠിപ്പിച്ച വിഷയങ്ങൾ കേൾക്കുകയും അത് ചെയ്യുന്ന ഒരു വ്യക്തിയെ ഞാനൊരു വീട് പണിക്കാരന് താരതമ്യപ്പെടുത്തുക. നമുക്ക് എങ്ങനെ അറിയാൻ സാധിക്കും നമ്മുടെ ജീവിതത്തിൽ അനുസരണം ഉണ്ടോ ഇല്ലയോ എന്ന്? ആ ഉപമ പഠിച്ചാൽ മതി. 2 പേര് വീട് പണിതു. ഒരാൾ ആഴം കുറിച്ച് പാറമേൽ അടിസ്ഥാനം ഇട്ട് പണിതു. കുറച്ച് മെനക്കെടേണ്ടി വന്നു. Right? He had to do some work. He had to dig deep and build a foundation on the rock. The other person built quickly on the sand. Now, remember, this is not an example of architecture. This is a parable of what it means to be obedient Christian. യേശു പറയുന്നു, ഈ 2 പേരും വീട് പണിതു. 2 പേർക്കും മഴ കിട്ടി, 2 പേർക്കും കാറ്റ് കിട്ടി, 2 പേരുടെയും വീട്ടിലെ വെള്ളങ്ങൾ കയറി അടിച്ചു. പക്ഷെ അനുസരിച്ചവൻ എന്ത് പറ്റിയില്ല? വീണു പോയില്ല. The one who obeyed his words did not fall when the obstacles came, and the wind and the storms and the waves came. They did not fall. The one who did not obey, he fell. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ചോദിച്ചാൽ മതി, നമുക്ക് അനുസരണമുണ്ടോ എന്നറിയണമെങ്കിൽ. എന്തെങ്കിലും പ്രതിസന്ധി വരുമ്പോൾ നമ്മൾ വീണ് പോകുന്നെങ്കിൽ അതിൻ്റെ അർത്ഥം നമ്മളിൽ അനുസരണം ഉണ്ടാകേണ്ടതുപോലെ ആയിട്ടില്ല. The obedience is not in us as the measure it should be, because if the challenge comes, if the obstacle comes and immediately you stumble, you fall, you're shaken, that means you haven't really obeyed the Lord God in the way you're supposed to do. So obedience is a great foundation. അങ്ങനെയാണെങ്കിൽ അനുസരണം നമ്മുടെ നല്ലൊരു അടിസ്ഥാനമാണ്. We must think about it in that sense. Now, നമുക്ക് ചിന്തിക്കാം ഇനിയും. We'll come back to the verse that we read in 1 John. Chapter 3 and verse 23. നമ്മൾ കഴിഞ്ഞ അതാണ് വായിച്ചു തുടങ്ങിയത്. 1 John chapter 3 and verse 23. What is it that we're supposed to obey? നമ്മൾ എന്താണ് അനുസരിക്കേണ്ടത്? So there are one commandment with 2 aspects given in that verse. ഒരു കൽപ്പന, അതിൻ്റെ 2 വശങ്ങളാണ് ദൈവം അവിടെ അല്ലെങ്കിൽ യോഹന്നാൻ അവിടെ നമുക്ക് കാണിച്ചിരിക്കുന്നത്. In verse 23 it says, and this is his commandment, that we should believe on the name of his son Jesus Christ and love one another as he gave us his commandment. അവൻ്റെ കൽപ്പനയോ അവൻ്റെ പുത്രനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ നാം വിശ്വസിക്കുകയും അവൻ നമുക്ക് കൽപ്പന തന്നതുപോലെ അന്യോന്യം
സ്നേഹിക്കുകയും വേണം എന്നുള്ളത് തന്നെ. അത് ശേഷമാണ് നമ്മൾ 24-ാം വാക്യം 3 ആഴ്ച മുമ്പ് വായിച്ചത്. Whoever keeps my commandments abides in me, and I abide in him. Now, when you read that verse in 23, does it look different from what we have seen throughout the scriptures? In that verse, it says, believe on the Lord Jesus Christ and love one another. പക്ഷേ നമ്മൾ ആവർത്തന പുസ്തകം വായിച്ചാലോ സുവിശേഷങ്ങൾ വായിച്ചാലോ അവിടെ ദൈവം പറയുന്നുണ്ട്, എന്താണ് ഏറ്റവും വലിയ കൽപ്പന? നിന്റെ ദൈവമായ യഹോവയെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ബലത്തോടും പൂർണ്ണ മനസ്സോടും സ്നേഹിക്കണം. ഇവിടെ പറയുന്നു വിശ്വസിക്കണം. വ്യത്യാസമുണ്ടോ? Is it different? Is it confusing? In Deuteronomy we read, love the Lord with all your heart, mind, soul, and strength. That's the greatest commandment. In the gospel we read, the second is same as that, which is to love your neighbor as yourself. So in the second part of this verse is exactly the same as we see in the gospel. But the first one is slightly different. The first one is different in the sense that it says in the gospels to love the Lord. In this verse, John says to believe in the name of the Lord Jesus Christ. I went back and forth between the Gospels and this to figure out why would John give us this belief statement versus the love statement that we see in the Gospels. So the word believe comes from the Greek word pistoio. And what does that pistoio mean? It means to have confidence, to have conviction, to have trust, and to be persuaded. നമ്മൾ വിശ്വാസികൾ നാം പറഞ്ഞെങ്കിൽ പോകും. ശരിക്കും ആ വിശ്വാസം എന്ന വാക്കെടുത്ത് നമ്മൾ പഠിച്ചാൽ ഈ അർത്ഥങ്ങളെല്ലാം അതിനകത്ത് ഉൾപ്പെടണം. I am confident in whom I believe. I have complete trust in whom I believe. I have placed my conviction in whom I believe. I am persuaded by whom I believe. I have that level, that degree of confidence within me. That's what belief really means. So what does it mean to believe? And how does it relate to the fact that the Lord said, love the Lord with all your heart? How does those two compare? One, our belief means we trust in him. In Psalms 9 verse 10, the psalm says, those that know your name will put their trust in you. നിന്റെ നാമത്തെ അറിയുന്നവർ നിങ്ങൾ ആശ്രയിക്കും. യഹോവേ, നിന്നെ അന്വേഷിക്കുന്നവരെ നീ ഉപേക്ഷിക്കുന്നില്ലല്ലോ. Those who put your trust in your name, those who know your name will put their trust in you. നമ്മൾ ദൈവത്തെ അറിയുന്നെങ്കിൽ നമ്മുടെ ആശ്രയം നമ്മൾ ദൈവത്തിന് കൊടുക്കും. അത് സ്നേഹമുണ്ടെങ്കിലേ വരത്തുള്ളൂ. If there's only love that you would believe in that statement. Second thing, belief means to rely on him. അവനിൽ ചാരുക. വിശ്വാസം എന്ന് പറയുന്നത് ദൈവത്തിൽ ചാരുക. പൗലോസ് പറഞ്ഞല്ലോ തിമോഥെയോസിനോട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. I know whom I believe, Paul tells Timothy. And I'm persuaded that he's able to keep that which I have committed to him. അവൻ എൻ്റെ ഉപനതി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. നമ്മുടെ യോഹന്നാൻ പറയുന്നത് കേട്ടോ, നിങ്ങൾ കൽപ്പന സൂക്ഷിക്കുന്നുവെങ്കിൽ, ഈ കൽപ്പന നിങ്ങൾ വസിക്കുന്നുവെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ദൈവത്തിൽ വസിക്കുന്നു, ദൈവം നിങ്ങളിൽ വസിക്കുന്നു. പൗലോസ് പറയുവാണ്, എനിക്കറിയാം ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നതെന്ന്. ഞാൻ എൻ്റെ കർത്താവിൻ്റെ കാര്യങ്ങളിൽ എന്തു കൊടുത്താലും അത് സൂക്ഷിപ്പാൻ ദൈവത്തിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് ദൈവത്തിന് കഴിയുമെന്ന് എനിക്കൊരു പൂർണ്ണ വിശ്വാസമുണ്ട്. That's the statement of our belief, and that's the demonstration of our love. And Paul is saying, I can give my ministry to him. I can give my health to him. If I had a family, I would give that to him. I would give the churches that God established through me to him. I would give my friends to him. Timothy, my son, in the Spirit, I will give him to you. I am confident that no matter what I give unto the Lord, he preserves it until the very end. Those of us who pray for our children, for them to know the Lord really well, or come back to the Lord and be aligned with his principle, walk in his path, and fulfill the purpose they have that God has given them in this earth. And if you have been praying for quite some time and you haven't seen a result, I am telling you, give them to the Lord. He is able to keep them until the very end.
Are there prayer topics which we have been praying for? If we believe the Lord and we reside in Him and He abides in us, there's prayer topics that we've been praying for years and years. Can I tell you something? By the foundation of the Word of God, give it unto Him. In His time, He makes it beautiful. And Paul is saying, Timothy, I have gone through a lot in my missionary journeys. I've gone through a lot in establishing churches. I've been a pastor at Ephesus. I've seen so many dramas and so many conflicts and so many issues and false teachers. I see all these things happening in the church. But I can tell you one thing, I know whom I believe. ഒരു സഭയിൽ എന്തെല്ലാം പ്രയാസം ഉണ്ടായാലും, ഒരു സമൂഹത്തിൽ എന്തെല്ലാം കോൺഫ്ലിക്ട്സ് ഉണ്ടായാലും, ഒരു വീട്ടിൽ എന്തെല്ലാം പ്രശ്നമുണ്ടായാലും, പൗലോസ് പറയുന്നു, എനിക്കൊരു കാര്യം ഉറപ്പോടെ പറയാൻ സാധിക്കും, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു. That's a statement of love. That's a statement of confidence. Right? Hudson Taylor, we know him to be a great missionary. He said this, I am no longer anxious about anything, as I realize that He is able to carry out His will for me. It does not matter where He places me or how. That is for Him to consider, not me. For in the easiest positions, He will give me grace. And in the most difficult ones, His grace is sufficient. ഞാനിപ്പോൾ ഒന്നിനെക്കുറിച്ചും വിചാരപ്പെടുന്നില്ല. കാരണം ദൈവം എനിക്ക് വേണ്ടി ദൈവത്തിൻ്റെ ഇഷ്ടം നടപ്പിലാക്കാൻ കഴിവുള്ളവനാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ദൈവം എന്നെ എവിടെ സ്ഥാപിക്കുന്നു എന്നോ എങ്ങനെയെന്നോ എനിക്ക് പ്രശ്നമല്ല. അതെനിക്കല്ല, അത് ദൈവത്തിൻ്റെ പരിഗണനയാണ്. കാരണം ഏറ്റവും എളുപ്പമുള്ള സ്ഥലങ്ങളിൽ ദൈവം എനിക്ക് കൃപ നൽകും. ഏറ്റവും പ്രയാസമേറിയ സ്ഥലങ്ങളിൽ ദൈവത്തിൻ്റെ കൃപ എനിക്ക് മതിയാകും. I know whom I have believed. നമ്മൾ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. So when John says believe in the name of the Lord Jesus Christ, it is to trust in Him. It is to rely on Him. The third meaning is to cling to Him. അവനെ പറ്റി നിൽക്കണം. നമ്മളൊരു വിശ്വാസി എന്ന് പറയുന്നെങ്കിൽ നമ്മൾ ക്രിസ്തുവിനെ പറ്റി നിൽക്കണം. ഒരു പക്ഷേ ദൈവത്തോട് പറ്റി നിൽക്കുന്ന വ്യക്തിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാം മനസ്സിൽ ഒരു പെട്ടെന്ന് വെച്ച് ചിലപ്പം ഹാനോക്ക് ഓടി വന്നേക്കാം. ദൈവത്തോട് പറ്റി നിന്നു. യെസ്, ഈനോക്ക് വാക്ക്ഡ് വിത്ത് ഗാഡ്. പക്ഷെ അതിനൊക്കെ മുൻപിൽ ഒരു വ്യക്തി എനിക്ക് കാണിക്കാനുണ്ട്. ദൈവത്തോട് പറ്റി നിൽക്കുമെന്ന് പറയുമ്പോൾ എൻ്റെ മനസ്സിൽ ഓടി വരുന്ന വ്യക്തി ഇയ്യോബ. Job is the one who comes to me when I think about somebody clinging to God, not letting go regardless of what happened. ഇയ്യോബിന്റെ ജീവിതത്തിൽ ശാരീരികമായും മാനസികമായും ബന്ധങ്ങളായിട്ടും എല്ലാ നിലയിലും വേദന അനുഭവിച്ച വ്യക്തി. കണ്ണുനീര്, യാതന, പ്രയാസം. ഞാൻ ഇയ്യോബിൻ്റെ പുസ്തകം വായിച്ചപ്പോൾ പണ്ട് ഞാൻ ഇയ്യോബിൻ്റെ 1-ാം അധ്യായവും 42-ാമത്തെ അധ്യായം ഉണ്ടായിരുന്നെങ്കിൽ എന്ത് രസമായിരുന്നു കേൾക്കാൻ. നിഷ്കളങ്കൻ, നേരുള്ളവൻ, ആടുമാടുകളെല്ലാം ഉണ്ട്. 42-ാമത്തെ അധ്യായത്തിൽ വീണ്ടും പറയുന്നു ദൈവം അവനെ ഇരട്ടി കൊടുത്ത് അനുഗ്രഹിച്ചു. ആ പ്രോസ്പെരിറ്റി തിയോളജി ആ 2 ചാപ്റ്റർ നോക്കത്തുള്ളൂ. പക്ഷെ അതിനിടയ്ക്ക് 39 ചാപ്റ്റേഴ്സിൽ ഒരു മനുഷ്യൻ ദൈവത്തെ വിട്ട് കളയാതെ മുറുകെ പിടിക്കുന്ന ഒരു അനുഭവമുണ്ട്. In that 39 chapters, Job not once physically, materially, relationally, wealth-wise, everything that he lost, but he never let go of the holy God. നമുക്ക് എങ്ങനെ പറയാൻ സാധിക്കും? യോബിനെ പറഞ്ഞു, അവൻ എന്നെ കൊന്നാലും. ചിന്തിച്ചു നോക്കിക്കേ, നമുക്ക് വായിച്ച് സന്തോഷിക്കാൻ എളുപ്പമാണ്. പക്ഷെ ആ അനുഭവത്തിൽ ആരും കൂട്ടില്ല. ആ അനുഭവത്തിൽ ഒരു നല്ല വാക്ക് പറയാൻ ആരുമില്ല, കൂടിരുന്ന് പ്രാർത്ഥിക്കാൻ ആരുമില്ല. അവിടെ ഇരുന്ന് ചൊറികളും അല്ലെങ്കിൽ ആ വ്രണങ്ങളും ഒക്കെ തൂക്കുമ്പോഴും യോബ് പറയുക, എൻ്റെ ദൈവം എന്നെ കൊന്നാലും ഞാൻ അവന് വേണ്ടി കാത്തിരിക്കും. Even if he slays me, I will put my hope in him. വീണ്ടും യോബ് പറഞ്ഞു, I know my Redeemer lives. എനിക്കറിയാം എൻ്റെ വീണ്ടെടുപ്പുകാരൻ. യോബിന് മനസ്സിലായി, എൻ്റെ ജീവിതം ഒരു പക്ഷേ ഇവിടുന്ന് പോയേക്കാം, എൻ്റെ ജീവൻ ഇവിടെ നശ്വരമായിരിക്കാം. My life may be temporal, my life is not permanent, but I know one thing, I know my Redeemer lives. He would not let go of God.
പക്ഷേ വീണ്ടും യോബ് പറയുന്നു in 23 verse 3, oh that I know where to find him, that I might come to him and see him. അവനെ എവിടെ കണ്ടെത്താൻ സാധിക്കുമോ അവിടെ ഒന്ന് പോയി എൻ്റെ ദൈവത്തെ കാണുവാൻ എനിക്ക് കൊതി. He is not saying, oh Lord, heal me. He's not saying, oh Lord, give me all the things that I've lost. He's clinging to God and saying, only if I can see him. എനിക്കൊന്ന് കാണുവാൻ സാധിച്ചിരുന്നെങ്കിൽ. So believing in God means that we cling to him no matter what the situation may be. The fourth thing that we should realize when we say believe in him is to know his office. നമ്മുടെ ദൈവത്തിൻ്റെ ആ കർത്തൃത്വം നമ്മൾ അറിഞ്ഞിരിക്കണം. His office is something that we should know. He is the Son of God. നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല, ക്രിസ്തുവാണ് ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ. That is his office, which means that he alone is the object of our faith. He alone is the object of our faith. ക്രിസ്തു മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. He alone is the office or the object of our faith. Not your wealth, not your job, not your friends, not your children, not your church. ഇതൊന്നുമല്ല നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം കേട്ടോ. നമ്മൾ ഒരിക്കലും മറന്നു പോകല്ല. ദൈവത്തിൻ്റെ ഏകജാതനായ പുത്രൻ മാത്രമാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ലക്ഷ്യം. We should remember that office. He is the Son of God. He is the one who died for my sins. He is the one who defeated death. He is the one who is coming back. But the belief doesn't stop there. There's a faithful saying in the letter to Titus. It says, these things I want to affirm to you constantly, that those who have believed in God should be careful to maintain good works. നമ്മൾ ദൈവത്തിൽ വിശ്വസിക്കുന്നെങ്കിൽ പൗലോസ് തീത്തോസിനോട് പറഞ്ഞു, ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ തന്നെ ഇത് ഉറപ്പിച്ച് പറയണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ ദൈവവിശ്വാസികൾ എന്ന് പറയുന്നതിൽ എന്തെങ്കിലും ഒരു മൂല്യം വേണമെങ്കിൽ നമ്മൾ ചില സൽപ്രവൃത്തികൾ കാണണം. എനിക്ക് ദൈവത്തോട് മാത്രം ബന്ധം, വേറെ ആരെയും വേണ്ടെന്ന് പറയുന്ന ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം യഥാർത്ഥമായി ദൈവത്തെ അറിഞ്ഞിട്ടില്ല. മനുഷ്യരോട് ബന്ധമില്ലാതെ, ദൈവമക്കളോട് സഹകരണമില്ലാതെ, അല്ലെങ്കിൽ എല്ലാവരുടെയും അകത്ത് നിന്ന് ദൈവത്തെ മാത്രം ആരാധിക്കുന്നു പറയുന്നെങ്കിൽ യഥാർത്ഥമായി ബിബ്ലിക്കലി ചിന്തിക്കുവാണെങ്കിൽ അതിലൊരു അർത്ഥമില്ല. നമ്മൾ ഫലം ആകേണ്ടവരാണ്, ഫലപ്രദം ഉള്ളവരായിരിക്കേണ്ടതാണ്. ഫലം ആർക്ക് വേണ്ടി അറിയാമോ? നമുക്ക് വേണ്ടി മാത്രമല്ല. The fruit is not just for us. And Paul tells Titus, you are to tell people that you must, if you believe in God, that you should maintain good works. നിങ്ങൾ സൽപ്രവൃത്തികൾ ഉണ്ടാക്കണം. So it becomes more than what you know intellectually. എഫേസ്യ ലേഖനത്തിൽ പൗലോസ് വീണ്ടും എടുത്ത് പറയുന്നുണ്ട്, നാം അവൻ്റെ കൈപ്പണിയായി സൽപ്രവൃത്തികൾക്കായിട്ട് ക്രിസ്തുയേശുവിൽ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. We are his workmanship, created in Christ Jesus for good works. Who does the good works? Someone who has truly believed who Jesus Christ is. ക്രിസ്തു ആരെന്ന് പൂർണ്ണമായി വിശ്വസിക്കുന്ന വ്യക്തിക്ക് സൽപ്രവർത്തികളിൽ നിന്ന് മാറി നിൽക്കുവാൻ സാധിക്കത്തില്ല. You cannot excuse yourself from doing the good works that you're supposed to do. When is it easy to trust him? It's easy to trust God when we love him, when we have that belief in the Lord Jesus Christ. ഇന്ന് പലക്കാരെ ഒരു ചോദ്യം ചോദിച്ചിട്ട് നമുക്ക് നിർത്താം. Then I'll continue from it maybe next week. നമ്മുടെ ഈ വിശ്വാസം ഏതിനെ അടിസ്ഥാനമാക്കിയാണ് ഇരിക്കുന്നത്? What is our basis for our belief? നമ്മുടെ മക്കൾക്കെല്ലാം സൺഡേ സ്കൂൾ വരുന്നവർക്കെല്ലാം ഹോംവർക്ക് ഉണ്ട്, മെമ്മറി വേഴ്സ് ഉണ്ട്. നിങ്ങൾക്കൊരു ചോദ്യം അടുത്ത ആഴ്ചത്തേക്ക്. A homework for you for this week to think about. What is your belief based on? നിങ്ങളുടെ വിശ്വാസം ഏതിനെ അടിസ്ഥാനമാക്കിയാണ്?